എല്ലാം നഷ്ടപ്പെടുത്തിയവരാണ് CPM-ന്റെ ജില്ലാ നേതൃത്വം. ആ കാലഘട്ടത്തിലെ അതേ നേതാക്കന്മാർ ഇന്ന് CPM-ന്റെ ജില്ലാ നേതൃത്വത്തിലുണ്ട്. ആ ഒളിക്യാമറയുടെ അതേ മാനസികാവസ്ഥയിലാണ് ഇന്ന് CPM-ന്റെ വനിതാ നേതാക്കന്മാർക്ക് പോലും അവരുടെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അവർക്കെതിരായി ദുരാരോപണങ്ങൾ CPM തന്നെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഈ ആരോപണമുണ്ടായത്, ആരാണ് ആദ്യം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്, എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് CPM ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? എത്രയോ ദിവസക്കാലമായി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള CPM നേതാക്കന്മാരുൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാരും അത് പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഞങ്ങളാരും എഴുതിയിട്ടില്ലല്ലോ. ഞാനൊരു DCC പ്രസിഡന്റ് അല്ലേ. എനിക്ക് ഈ വിവരം ഈ മാധ്യമത്തിൽ വരുന്നതിന് എത്രയോ ദിവസക്കാലം മുമ്പ് എന്നോട് വിവിധ ആളുകൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെളിവില്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുക? അപ്പോൾ ആ തെളിവില്ലാത്ത കാര്യം നിരന്തരം പറഞ്ഞ് അത് പിന്നീട് ഒരു പത്രത്തിൽ വാർത്തയായി വന്നു. ആ വിഷയമാണ് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായത്. സാമൂഹ്യ മാധ്യമങ്ങൾ ആർക്കാണ് നിയന്ത്രിക്കാൻ സാധിക്കുക? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് നിയന്ത്രിക്കാൻ സാധിക്കുക? 97 വയസ്സുള്ള ലീലാവതി ടീച്ചറെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈബർ ആക്രമണം എത്രത്തോളമാണ്? അപ്പോൾ ഒരമ്മയുടെ സ്ഥാനമല്ല, കേരളത്തിൻ്റെ എഴുത്തുകാരിയാണ്, കേരളത്തിൻ്റെ ഒരു അമ്മയാണ്. ലീലാവതി ടീച്ചറെ കുറിച്ചിട്ട് പോലും വളരെ മോശമായ ഭാഷയിൽ എഴുതിയ ആളുകളാണ്. BJPയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയമെന്ന് പറയുന്നത് അത് വിമർശിക്കപ്പെടുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. എവിടെ നിന്നാണ് ഷൈൻ ടീച്ചർക്ക് ഇത് കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാളെന്നുള്ള രീതിയിൽ, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഈ കാലഘട്ടത്തിനിടയിൽ എവിടെയെങ്കിലും അവരെക്കുറിച്ചൊരു മോശമായ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ആ പറവൂരിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഇവർക്കെതിരായി സംസാരിച്ചിട്ടുണ്ട്? അപ്പം ഇതൊന്നുമല്ല, ഇത് CPM-ന്റെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉണ്ടായ അവരുടെ ഇടയിലുള്ള പ്രശ്നമാണ്. അത് അവർക്ക് നന്നായി അറിയാം. അത് ഏതാളുകളാണ്, പാർട്ടിയുടെ ഏത് പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ എഴുതിയിടുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിച്ച ഗോപാലകൃഷ്ണനും അവരൊക്കെ പാർട്ടിയുടെ ഏത് പദവികളാണ് ഇരിക്കുന്നത്? ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ പറവൂരിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏത് പദവികളിലാണ് അവരൊക്കെ ഇരിക്കുന്നത്? ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എഴുതിയിടുന്നത്? അങ്ങനെയാണെങ്കിൽ എത്ര CPM നേതാക്കന്മാർ വിവിധ വിഷയങ്ങളിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള എത്രയോ കാര്യങ്ങളാണ് എഴുതിയിട്ടിരിക്കുന്നത്? അവർക്കെല്ലാം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുമോ? സൈബർ ഇടങ്ങളിൽ തോന്നുന്നത് പോലെ എഴുതിയിടുന്ന ആളുകൾ മുഴുവൻ അവരെല്ലാം കോൺഗ്രസ് നിയോഗിച്ച ആളുകളാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണെന്ന് ഇവരൊക്കെ എങ്ങനെ പറയാൻ കഴിയുക? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഈ വിഷയം എത്ര ദിവസക്കാലമായി നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നിങ്ങൾക്ക് അറിവ് കിട്ടിയിട്ട് എത്ര ദിവസമായി? 1, 2, 3 ദിവസമല്ലല്ലോ, 14 ദിവസക്കാലമായി. എനിക്ക് അറിവ് കിട്ടിയിട്ട് 14 ദിവസക്കാലമായി. ഞങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ചിട്ട്, ഞാനത്ര അഗ്രസീവായി പറയുന്ന ഒരാളല്ലേ CPM-നെതിരായി. അങ്ങനെ ഒരു വിഷയം കിട്ടിയാൽ അത് തെളിവുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നതിന് ഞങ്ങൾക്ക് എന്താ കുഴപ്പം? പക്ഷെ തെളിവില്ലാത്തൊരു കാര്യം നമുക്ക് എങ്ങനെ പറയാൻ കഴിയുക? അതും ഒരു സ്ത്രീക്കെതിരായ ഒരു കുടുംബം, അവർക്കും കുടുംബമല്ലേ, അവർ പൊതുപ്രവർത്തകയല്ലേ. നമുക്ക് അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല. കോൺഗ്രസ് അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളതും കോൺഗ്രസ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നതും. അങ്ങനെ ആ ഒരു സംസ്കാരത്തിലല്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ കഴിയുക? ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യമാണ് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ എത്ര CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ അവരുടെ ഫേക്ക് ഐഡിയിൽ നിന്ന് അവരുടെ ഒറിജിനൽ ഐഡിയിൽ നിന്ന് എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടിരിക്കുന്നത്? എത്ര മോശമായ കാര്യങ്ങൾ! അപ്പോൾ അതിനൊന്നും CPM-ന് നിയന്ത്രിക്കാൻ അവരെ കഴിയുന്നില്ലേ? CPM-ന് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലേ? അപ്പോൾ CPM-ന്റെ നേതാക്കന്മാർക്കെതിരായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ തന്നെ ഗൂഢാലോചന നടത്തി അവരുടെ ആളുകൾ എഴുതുമ്പോൾ അവരുടെ ഈ എഴുതപ്പെടുന്ന ആളുകൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അതും CPM മനസ്സിലാക്കട്ടെ. എല്ലാവർക്കും കുടുംബമില്ലേ? കോൺഗ്രസ്സുകാർക്ക് മാത്രം കുടുംബമില്ലാത്തത്?
CPM-മാർക്ക് മാത്രമേ കുടുംബമുള്ളത്? എല്ലാവർക്കും കുടുംബമല്ലേ?